ചെറിയ പിഴവുകൾ പോലും ലോകത്തിന് നാശമായേക്കും. യുദ്ധമുന്നണിയിൽ AI പണയം വെക്കുന്നത് മനുഷ്യരാശിയെ തന്നെയാണ്. ആണവ സംഘർഷ സാധ്യത കുറയ്ക്കുന്നതിന് സൈനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിൽ ചൈനയും അമേരിക്കയും മറ്റ് മുൻനിര ശക്തികളും പൊതുവായ നിലപാട് സ്വീകരിക്കണമെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി സൈനിക രംഗത്ത് മത്സരമുണ്ടാകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സഹകരണവും പ്രധാനമാണ് എന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എത്തിക്സ് ഇൻ AI ഡയറക്ടറും ഗ്രീക്ക് പ്രധാനമന്ത്രിക്ക് AI ഉപദേശം നൽകുന്ന ഒരു കമ്മിറ്റിയിലെ അംഗവുമായ ജോൺ ടാസിയോലാസ് ആണ് അഭിപ്രായപ്പെടുന്നത്. സൈനിക മേഖലയിൽ പ്രത്യേകിച്ച് ആണവായുധങ്ങളുടെ കാര്യത്തിൽ AI ഉപയോഗം മനുഷ്യ നിയന്ത്രണത്തിലാണെന്നത് നാം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും ടാസിയോലാസ് പറഞ്ഞു. ഒരു ആണവ യുദ്ധത്തിൽ മനുഷ്യരാശിയുടെ ഉന്മൂലനം റോബോട്ടുകൾ മനുഷ്യവംശത്തെ ഉന്മൂലനം ചെയ്യുന്നതിനേക്കാൾ വളരെ ഭീകരമാണെന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ആണവ രാജ്യങ്ങളായ ചൈന, അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ എന്നിവയുൾപ്പെടെ പല രാജ്യങ്ങളും സൈനിക ആവശ്യങ്ങൾക്കായി AI കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. വാഷിംഗ്ടൺ ആസ്ഥാനമാക്കിയിട്ടുള്ള ബ്രൂക്കിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം 2022 മുതൽ 2023 വരെ അമേരിക്കയുടെ AI ബന്ധപ്പെട്ട കരാറുകളുടെ മൂല്യം $261 മില്യൺ അമേരിക്കൻ ഡോളറിൽ നിന്ന് $675 മില്യൺ അമേരിക്കൻ ഡോളറായി ഉയർന്നു എന്ന് വേണം കണക്കാക്കാൻ. ഗാസ യുദ്ധത്തിൽ ആണവയുദ്ധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഇസ്രായേൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചത് സിവിലിയൻ നാശനഷ്ടങ്ങൾക്ക് സാങ്കേതിക വിദ്യ എത്രത്തോളം ഫലപ്രദമാണെന്ന ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. ആണവ പ്രതിരോധത്തിന് AI സഹായിക്കുമെന്നത് ചിലർ വിശ്വസിക്കുന്ന കാര്യമാണ്. പക്ഷേ സാങ്കേതിക വിദ്യ ആയുധ നിയന്ത്രണം കൂടുതൽ സങ്കീർണമാക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, അത് അസ്ഥിരപ്പെടുത്തുന്ന ഒരു ഘടകമായി പോലും മാറിയേക്കാം എന്നതാണ് സത്യം. സൈനിക മേഖലയിൽ ഈ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നതിന്റെ അപകട സാധ്യതകൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പരമ്പരാഗത യുദ്ധങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന ഘട്ടത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷക വ്ളാഡിസ്ലാവ് പറയുന്നതനുസരിച്ച് മുൻകൂർ മുന്നറിയിപ്പ്, ഇന്റലിജൻസ് എന്നിവയുൾപ്പെടെ ന്യൂക്ലിയർ കമാൻഡ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻസ്, ഡെലിവറി സിസ്റ്റങ്ങളിലും പ്രതിരോധ ശേഷിയുള്ള പരമ്പരാഗത സംവിധാനങ്ങളിലും ഉൾപ്പെടെ ആണവായുധ സംവിധാനങ്ങളിൽ AI കഴിവുകൾ ഫലപ്രദമാണ്. ഈ സംവിധാനങ്ങളിൽ AI ഉപയോഗിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതും കൂടാതെ തന്ത്രപരമായ പ്രവചനക്ഷമതയും സ്ഥിരതയും ഉയർത്താനുള്ള കഴിവുമുണ്ട്. അതായത് മനഃപൂർവ്വമോ അശ്രദ്ധമായോ അല്ലെങ്കിൽ ആകസ്മികമായോ ആണവ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലെന്നാണ് പറയുന്നത്. AI ആണവ ഉപയോഗം പരിഹരിക്കുന്നതിൽ ആഗോളതലത്തിൽ സമവായമൊന്നുമില്ല. സൈന്യത്തിൽ AI ഉപയോഗിക്കുന്നതിൽ വിവേകപൂർണവും ഉത്തരവാദിത്തമുള്ളതുമായ സമീപനം, സ്വയം നിയന്ത്രണം എന്നിവ ആവശ്യപ്പെടുന്ന ഒരു നിലപാടുരേഖ 2021 തന്നെ ചൈന മുന്നോട്ട് വച്ചിരുന്നു. ഏതെങ്കിലും പ്രത്യേക രാജ്യങ്ങളുടെ പേര് പറയാതെ സമ്പൂർണ്ണ സൈനിക മേധാവിത്വം കൈവരിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ രാജ്യം മുന്നറിയിപ്പും നൽകി. ഇത് കണക്കിലെടുക്കുമ്പോൾ തുറന്ന സംഭാഷണം നിർണായകമാണ്. കൂടാതെ ആണവതന്ത്രത്തിൽ AI പങ്ക് പിരിമുറുക്കാൻ കുറയ്ക്കുന്നതിലും സൈനിക വർധനവ് തടയുന്നതിലും സ്ഥിരത ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നും ഷൂഫെങ് പറഞ്ഞു. സൈനിക അകയിൽ നിന്ന് ഉടലെടുക്കുന്ന ആണവ അപകട സാധ്യത പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സഹകരണത്തിന് ശക്തമായ പ്രോത്സാഹനമുള്ള ഒരു മേഖലയാണ്. കാരണം ഒരു ആണവ സംഘടനത്തിന്റെ അനന്തരഫലങ്ങൾ അത്രത്തോളം വിനാശകരമായിരിക്കും എന്ന് പറയുന്നു. 2023 നവംബറിൽ കാലിഫോർണിയയിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബൈഡനും തമ്മിൽ നടന്ന ഉച്ചകോടിയിൽ ആണവായുധ ഉപയോഗത്തിൽ മനുഷ്യ നിയന്ത്രണം നിലനിർത്താൻ ചൈനയും അമേരിക്കയും സമ്മതിച്ചിരുന്നു. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ മേധാവിത്വത്തിനായി ലോകരാഷ്ട്രങ്ങൾ നടത്തുന്ന മത്സരം കൈഫു ലീയുടെ AI സൂപ്പർ പവേഴ്സ്, ചൈന, സിലിക്കൺ വാലി ആൻഡ് ദി ന്യൂ വേൾഡ് ഓർഡർ എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തന്ത്രപരമായി AI എത്രമാത്രം പ്രധാനമാണ് എന്ന് തെളിയിക്കുന്നതാണ് AI മേധാവിത്വത്തിന്റെ പേരിൽ വൻ ശക്തികൾ തമ്മിൽ നടക്കുന്ന സാങ്കേതിക ശീതയുദ്ധങ്ങളെന്ന് ലീ പുസ്തകത്തിൽ വിവരിക്കുന്നു. ഒപ്പം ഈ ശീതയുദ്ധങ്ങൾ എങ്ങനെ ആഗോളതലത്തിൽ അസ്ഥിരതയ്ക്ക് വഴിവെക്കുന്ന സംഘർഷമായി വളരാമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. 2023 അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിലുള്ള അമേരിക്ക അപകട സാധ്യതകളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ആഹ്വാനം ചെയ്യുകയും സംഘർഷങ്ങളിൽ സാധാരണക്കാരെ സഹായിക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്ന് പറയുകയുമുണ്ടായി. തുറന്ന ആശയവിനിമയ മാർഗങ്ങൾ ഉണ്ടായിരിക്കുകയും സംഭാഷണം ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആണ്. പ്രത്യേകിച്ച് ചൈന, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്കിടയിൽ നിർണായകമാണ് എന്ന് നാജിങ് സർവകലാശാല ഇന്റർനാഷണൽ സ്റ്റഡീസ് സ്കൂളിലെ എക്സിക്യൂട്ടീവ് ഡിൻ ഷു ഫെങ് പറഞ്ഞിരുന്നു.